മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് ധ്യാനിക്കാം. ലെറ്റർ ടു ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 1. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. വിവാദ വിഷയമാക്കേണ്ട ഒരു തത്വസംഹിതയല്ല വിശ്വാസം. പ്രായോഗിക ജീവിതത്തിൽ പ്രേരണ തരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വിശ്വാസമില്ലാതെ ജീവിക്കുവാൻ സാധിക്കുകയില്ല. ജീവിതം സന്തോഷമാകണമെങ്കിൽ പരസ്പര വിശ്വാസം വേണം. ഒരുവിധ വിശ്വാസവും കൂടാതെ ആർക്കും ജീവിക്കുവാൻ കഴിയുകയില്ല. ശരിയായ വിശ്വാസം നമ്മുടെ വിജയത്തിന് കാരണമാകുന്നത് പോലെ തെറ്റായ വിശ്വാസം നമ്മെ നശിപ്പിക്കുകയും ചെയ്യും. ഒരുതരം വിശ്വാസം നമുക്ക് നന്മയ്ക്ക് കാരണമാകുന്നെങ്കിൽ മറ്റൊരു തരം വിശ്വാസം നാശത്തിന് മുഖാന്തരമാകും. വിശ്വാസം മലകളെ നീക്കുവാൻ ശക്തമാണെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. ശരിയായ വിശ്വാസം മലകളെ നീക്കി സമതലമുണ്ടാക്കും. തെറ്റായ വിശ്വാസം മലകളെ മറിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. യുദ്ധം കൊണ്ട് ലോകത്തെ കീഴടക്കാമെന്നും ജർമ്മൻ ജനത മറ്റുള്ളവരെ ഭരിക്കേണ്ടവരാണെന്നും ഹിറ്റ്ലർ വിശ്വസിച്ചു. തെറ്റായ ആ വിശ്വാസം വളരെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് നമുക്കറിയാം. ശരിയായ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ തെറ്റായ വിശ്വാസങ്ങൾ നമ്മെ ബാധിക്കുകയില്ല. ശരിയായ വിശ്വാസം എന്താണ്? കർത്താവ് തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. സകലത്തെയും ഭരിക്കുന്നത് ദൈവമാണ്. നീതിപൂർവം ദൈവം സംഗതികളെ നിയന്ത്രിക്കും. നീതിമാൻ നിശ്ചയമായും പ്രതിഫലമുണ്ട്. ഈ വിശ്വാസം അംഗീകരിക്കുന്നവരെ സഹായിക്കുവാൻ കർത്താവ് ജീവിക്കുന്നു. ഈശോയോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്നവരെ കർത്താവ് ഇപ്പോഴത്തെ ജീവിതത്തിലും നിത്യതയിലും ഒരുപോലെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ആരംഭിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ലഭിക്കും. ഈശോ മിശിഹായോടുകൂടെ ജീവിച്ച് പിതാവിൽ വിശ്വസിക്കുമ്പോൾ ഉറപ്പും നിശ്ചയവും നമുക്ക് ലഭിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.